അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു മുളകിട്ട ചിക്കൻ കറിയാണ്. തേങ്ങയൊന്നും അരച്ചു ചേർക്കാതെ മസാലയുടെ തനതായ രുചിയിൽ തയ്യാറാക്കുന്ന ഈ കറി ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചിക്കനാണ്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ സമയം കൊണ്ട് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, തക്കാളി 3 എണ്ണം, പച്ചമുളക് 2 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, ഉലുവ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്. ആദ്യമായി നമുക്ക് ചിക്കൻ വേവിക്കാനുള്ള മസാല റെഡിയാക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ ആ നാടൻ രുചി കിട്ടുകയുള്ളൂ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ശേഷം അല്പം ഉപ്പും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം 2 മിനിറ്റ് നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഒരൽപ്പം ഉലുവ ചേർക്കാം. ശേഷം തക്കാളി ചേർത്ത് അത് നന്നായി ഉടയുന്നത് വരെ വേവിക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർക്കാം. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. പൊടികളുടെ പച്ചമണം മാറി എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി യോജിപ്പിക്കുക. ഒരു കപ്പ് ചൂടുവെള്ളവും ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ചിക്കൻ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർക്കാം. ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ രുചികരമായ മുളകിട്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പിക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.